Hello my dear students, welcome to TOS Academy. Myself Dr. Nibla Rahman, your chemical science educator. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് 3 month സ്റ്റഡി പ്ലാൻ ആണ്. എന്തൊക്കെയാണ് ലാസ്റ്റ് 3 monthsൽ പഠിക്കേണ്ടത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ടോപ്പിക്സ് ഒക്കെ പറഞ്ഞു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് 3 monthsൽ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഏതാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വെൽക്കം ടു അവർ വീഡിയോ. ടോപ്പിക് 1 നമ്മൾ പറയുന്നത് എഫ് ബ്ലോക്ക് എലിമെന്റ്സ് ആണ്. എഫ് ബ്ലോക്ക് എലിമെന്റ്സ് ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ബിക്കോസ് നമുക്കൊരു 6 to 8 മാർക്ക് 6 മുതൽ ഒരു 8 മാർക്സ് വരെ നമ്മളോട് ഈ ഭാഗത്തുനിന്ന് ചോദിക്കാവുന്നതാണ്. ഇതിൽ മെയിനായിട്ട് നമ്മുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഫ് ബ്ലോക്ക് എലിമെന്റ്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്, അവരുടെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആര് കാണിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ ഒബ്വിയസ്ലി നമുക്ക് അറിയേണ്ട മറ്റൊരു കാര്യം ലാന്തനൈഡ് കോൺട്രാക്ഷൻ ആണ്. ലാന്തനൈഡ് കോൺട്രാക്ഷൻ എല്ലാവർക്കും അറിയുന്ന ഒരു ടോപ്പിക് ആയിരിക്കും. ദെൻ സ്പെക്ട്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കണം. then magnetic properties ലാന്തനൈഡ്സിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നമ്മൾ കാണുമ്പം ഇക്വേഷൻസ് ഒക്കെ വ്യത്യാസമുണ്ട്. ഡി ബ്ലോക്ക് എലിമെന്റ്സിനെ പോലെയല്ല. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ്, അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതികൾ എല്ലാം വളരെ കറക്റ്റായിട്ട് നമ്മൾ പഠിക്കണം. ഒരു പാർട്ട് സിയിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ നമ്മളോട് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ഒരു ഫ്രീക്വൻലി ക്വസ്റ്റ്യൻ ആണ് ഈ നമ്മുടെ മാഗ്നറ്റിക് മൊമെന്റ് കാണുക, എഫ് ബ്ലോക്കിന്റെ മാഗ്നറ്റിക് മൊമെന്റ്സ് കാണുക എന്നുള്ളത്. ദെൻ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എഫ് ബ്ലോക്ക് എലിമെന്റ്സിൻ്റെ ഇലക്ട്രോണിക് സ്പെക്ട്ര ആണ്. നമുക്ക് എങ്ങനെയാണ് ഇലക്ട്രോണിക് സ്പെക്ട്രയുടെ ഒരു നാച്ചർ, അവർ ഏത് തരത്തിലുള്ള ഇലക്ട്രോണിക് സ്പെക്ട്രയാണ് കാണിക്കുന്നത്, പിന്നെ സീറിയം +3 എന്തുകൊണ്ട് നമ്മുടെ ഇത് കാണിക്കുന്നില്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എക്സെപ്ഷൻസ് പഠിക്കാനുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്തായാലും നോക്കിപ്പോകേണ്ട ഭാഗങ്ങളാണ്. ദെൻ കോർഡിനേഷൻ നമ്പറിന്റെ വ്യത്യാസത്തിനനുസരിച്ച് അവരുടെ ജോമെട്രിയിലുള്ള വ്യത്യാസങ്ങൾ എന്നുള്ള കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ദെൻ കോംപ്ലക്സ് ഫോർമേഷൻ എബിലിറ്റി ആണ്. ദെൻ അടുത്തത് ടേം സിമ്പിൾസ്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എളുപ്പമുള്ളതാണ്, പക്ഷെങ്കിൽ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെയധികം മാർക്ക് സ്കോർ ചെയ്യുന്ന അല്ലെങ്കിൽ പറ്റുന്ന ഒരു മേഖലയാണത്. ദെൻ കളർ ഓഫ് ദി സ്പെക്ട്ര, ഓക്കെ. അപ്പോൾ ഇത്രയാണ് എഫ് ബ്ലോക്ക് എലിമെന്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ ഈ ഒരു 10 to 12 ഇയേഴ്സിൽ CSIR നെറ്റ് ചോദിച്ച ടോപ്പിക്സുകളാണ് എഫ് ബ്ലോക്ക് എലിമെന്റ്സ് എന്ന്. അപ്പോൾ ഷുവറായിട്ട് ഇത് നമ്മൾ അറിഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബയോ ഇനോർഗാനിക് കെമിസ്ട്രി ആണ്. ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ മെയിനായിട്ട് സാധാരണ 2023 ആ ഒരു ലാസ്റ്റ് 23 വരെയുള്ള ഡിസംബർ 23 വരെയുള്ള കണക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും 8 to 12 മാർക്സ് വരെ നമ്മളോട് ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കാറുണ്ട്. ദെൻ നമുക്ക് ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇറ്റ് ഈസ് ഒബ്വിയസ്ലി ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ് പ്രോട്ടീൻസിനെ കുറിച്ചുള്ള ഭാഗമാണ്. അതിൽ നമുക്ക് അറിയുന്ന കാര്യമാണ് ഹീമോഗ്ലോബിൻ. ദെൻ സ്റ്റോറേജ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് മയോഗ്ലോബിൻ ആണ്. then hemerythrin, then hemocyanin. It is very very important. Structure based questions ഈ ഭാഗത്തുനിന്ന് നിർബന്ധമായും ചോദിക്കുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. അപ്പം ഹീമെറിത്രിൻ, ഹീമോസയാനിൻ, അത് ഏത് രീതിയിലാണ് ഓക്സിജൻ ബൈൻഡിങ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ കൺസേഴ്സ് ആയിട്ട് തന്നെ എല്ലാവരും പഠിക്കേണ്ടതാണ്. പിന്നെ ഇത് പരീക്ഷയ്ക്ക് പല രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. സ്ട്രക്ചർ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറുണ്ട്. പിന്നെ നമ്മൾ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ സിസ്റ്റംസ് ആണ്. ഇലക്ട്രോൺ ട്രാൻസ്ഫർ സിസ്റ്റംസ് ആണ്. അതിൽ നമുക്കറിയുന്നതാണ് അയൺ സൾഫർ പ്രോട്ടീൻസ്, ബ്ലൂ കോപ്പർ പ്രോട്ടീൻസ്, ദെൻ നമുക്കറിയുന്ന സൈറ്റോക്രോംസ് അല്ലേ.
ഇത്രയും കാര്യങ്ങൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ പ്രോട്ടീൻസിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മെറ്റാലോ എൻസൈംസ് ആണ്. മെറ്റാലോ എൻസൈംസ് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സിങ്കിൻ്റെത്, കോപ്പറിൻ്റെത്, മോളിബ്ഡിനത്തിൻ്റെത്, ദെൻ അയേണിൻ്റെത്, പിന്നെ നമുക്ക് കൊബാൾട്ടിൻ്റെ, വൈറ്റമിൻ B12 അല്ലെ, വൈറ്റമിൻ B12 പോലത്തെ മെറ്റാലോ എൻസൈംസ് നിർബന്ധമായിട്ട് പഠിക്കുക. ദെൻ ഫോട്ടോസിന്തസിസ്, അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് ആണ്. അതിൻ്റെ ഫോട്ടോസിസ്റ്റം 1, ഫോട്ടോസിസ്റ്റം 2, ആ ഒരു ഇലക്ട്രോൺ ഫ്ലോൻ്റെ ചാർട്ട്, ദെൻ ഫോട്ടോസിസ്റ്റം 1ൻ്റെയും 2ൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആരാണ് തുടങ്ങിയ കാര്യങ്ങൾ പഠിച്ചിരിക്കണം. ദെൻ നൈട്രജൻ ഫിക്സേഷൻ, നൈട്രജൻ ഫിക്സേഷനിൽ 2 ടൈപ്പ് നൈട്രജൻ ഫിക്സേഷൻ ഉണ്ട്, ഇൻവിട്രോ ഇൻവൈവോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ രണ്ടിൻ്റെയും കാര്യങ്ങൾ പഠിക്കണം. അതിൽ ഇൻവൈവോയിൽ ബാക്ടീരിയൽ നൈട്രജൻ ഫിക്സേഷനിൽ നമ്മൾ നൈട്രോജിനൈസ് എന്ന് പറയുന്ന ഒരു എൻസൈമിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ സ്ട്രക്ചേഴ്സ് നിർബന്ധമാണ്. സ്ട്രക്ചേഴ്സും ഒരു സ്ട്രക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ വരാൻ ചാൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതും നമ്മൾ കാര്യമായിട്ട് തന്നെ നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ദെൻ ലാസ്റ്റ് നമ്മൾ അയണോസ്ഫിയേഴ്സ് ആൻഡ് സിഡ്രോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക് ഉണ്ട്. അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഭാഗത്തുനിന്ന് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സ്പെക്ട്രോസ്കോപ്പി ടോപ്പിക്സ് ആണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത്യാവശ്യം ഒരു 18 to 20 മാർക്സ് ആ ഒരു ഏരിയയിൽ നമുക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക്സ് ആണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. വിട്ടുപോകാൻ പാടില്ല. ESRൽ ഷുവർ ആയിട്ട് ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ESRന്ന് മാത്രമായിട്ട് വരും. ദെൻ IR ഇൻഫ്രാറെഡ് എന്ന് പറയുന്നതിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻ, അതും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. ദെൻ C13, H1 NMR, ദെൻ F19 NMR, P31 തുടങ്ങിയിട്ടുള്ള എല്ലാ NMRസിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ നല്ല രീതിക്ക് തന്നെ ടോപ്പിക്സ് ESRൽ എത്ര നമ്പർ ഓഫ് സിഗ്നൽസ് തരുന്നുണ്ട്, ദെൻ ഹൈപ്പർ ഫൈൻ ലൈൻസ് എത്ര തരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ, പിന്നെ ESR ഏതൊക്കെ ന്യൂക്ലിയർ ESR ആക്റ്റീവ് ആണ്, ESR ആക്റ്റീവ് അല്ല, എന്തുകൊണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻസ്, ദെൻ IRൽ വൈബ്രേഷൻ ഫ്രീക്വൻസിയിൽ നമുക്ക് എല്ലാ രീതിക്കും, അതായത് കോംപ്ലക്സ് തന്നതിന് ശേഷം അതിൻ്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ചോദിക്കാറുണ്ട്, അതിൻ്റെ ഒരു ഇൻക്രീസിങ് ഡിക്രീസിങ് ഓർഡേഴ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ലാസ്റ്റ് ഫൈനൽ മന്ത് പ്രിപ്പറേഷനിൽ നമ്മൾ ഇത്രയും ടോപ്പിക്സുകളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് JRF എന്നുള്ള നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പം ഇത്രയും പെട്ടെന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ ഒരു ഫീല് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദെൻ ടോപ്പിക്സ്, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ആരോമാറ്റിസിറ്റി. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഗാനിക് പാർട്ടിൽ ആരോമാറ്റിസിറ്റി എന്ന് പറയുന്നത് സാധാരണ 4 to 6 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്സിനാണ് ആരോമാറ്റിസിറ്റിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. നമുക്ക് ചില കോമ്പൗണ്ട്സ് വന്നിട്ട് അത് ആരോമാറ്റിക് ആണോ അല്ലയോ എന്ന് ചോദിക്കാറുണ്ട്. ദെൻ അത് ആൻറ്റി ആരോമാറ്റിക്, നോൺ ആരോമാറ്റിക് എന്ന കാറ്റഗറീസ്, അവരുടെ സ്റ്റെബിലിറ്റീസ്, അവരുടെ എനർജി ഓർഡേഴ്സ് തുടങ്ങിയ കാര്യങ്ങളും നമ്മളോട് ചോദിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ട മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് മെയിൻ ഗ്രൂപ്പ് എലിമെൻറ്റ്സ് ആണ്. മെയിൻ ഗ്രൂപ്പ് എലിമെൻറ്റ്സിൽ നമ്മൾ പീരിയോഡിക് ടേബിൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അവരുടെ എല്ലാ പ്രോപ്പർട്ടീസും, ഫിസിക്കൽ ആണെങ്കിലും കെമിക്കൽ ആണെങ്കിലും എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ നല്ല രീതിക്ക് തന്നെ നോക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഈ ഭാഗത്തുനിന്നും ഒക്കെ നമ്മൾക്ക് ഒരു 4 to 6 മാർക്സ് ആണ് ടെൻറ്റേറ്റീവായിട്ട് നമ്മളോട് ചോദിക്കുക. അത്രയും മാർക്സിനാണ് ചോദിക്കുക. പക്ഷെ കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്ന് കഴിഞ്ഞ 2023 ഒരു 8 മാർക്സ് വരെ ചോദിച്ചിട്ടായത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം കെമിക്കൽ ബോണ്ടിങ് എല്ലാവർക്കും അറിയാം. ബോണ്ട് ഓർഡർ ആണെങ്കിലും അങ്ങനത്തെ മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ആണെങ്കിലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ ലാസ്റ്റ് ഒരു 3 മന്ത് പ്രിപ്പറേഷനിൽ ഈ ഒരു ടോപ്പിക്സ് ഒക്കെ എന്തായാലും മസ്റ്റ് സ്റ്റഡി ടോപ്പിക്സ് ആണ് ഇതൊക്കെ. പിന്നെ അതേഴ്സിൽ സാധാരണ നമ്മളോട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ന്യൂക്ലിയർ കെമിസ്ട്രി ആണ്. ന്യൂക്ലിയർ കെമിസ്ട്രി, ഹാഫ് ലൈഫ് ഓഫ് നമ്മളോട് സർവ്വസാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ സർഫേസ് കെമിസ്ട്രി ഈ ഭാഗത്തു നിന്നൊക്കെ ഒരു 4 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ കണ്ടുവരാറുള്ളത്. ദെൻ പോളിമേഴ്സ്, ദെൻ നാനോ ആൻഡ് ഗ്രീൻ കെമിസ്ട്രി, ഇന്റർഡിസിപ്ലിനറി ടോപ്പിക്സിൽ വരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ.
അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന രീതിക്ക് നമുക്ക് പഠിക്കാനുള്ള CSIR-നുള്ള വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കുക. എല്ലാവരും നമ്മളുടെ ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമുക്ക് വേണ്ടി എല്ലാവരും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോവുക. കീപ് ഗോയിങ്. താങ്ക് യു വെരി മച്ച്.